സ്നേഹമുള്ളവരെ, ലൈംഗിക മേഖലയിലുള്ള പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ പറയുന്നത് ഒറ്റ വാക്കിലാണ്: വ്യഭിചാരം ചെയ്യരുത്. ആ ശബ്ദത്തിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വിപുലമാണ്. ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം എന്ന ചെറുതെങ്കിലും വളരെ ആഴമേറിയ സന്ദേശം നൽകുന്ന, ഒരുപക്ഷെ യൂത്ത് കാറ്റഗീസം പുസ്തകത്തിൽ പറയുന്നത് പോലെ ഉള്ള ഒരു വലിയ സമാഹാരം ധാർമ്മിക മേഖലയിൽ ഉള്ളത് പ്രതിപാദിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ് ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം. അതിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന 4 പാപങ്ങളിൽ ഒന്ന് ലൈംഗിക മേഖലയിലുള്ള പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് ഉള്ളതാണ്. പ്രകൃതി വിരുദ്ധ മോഹപാപം ചെയ്യരുത് എന്നാണ് ആ പുസ്തകത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഭാഗങ്ങളും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇതേക്കുറിച്ച് നാം പഠിക്കേണ്ടത്. ലേവ്യരുടെ പുസ്തകത്തിൽ 18ഉം 20ഉം അധ്യായങ്ങളിലും പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ഇത്രയും വേദഭാഗം അഥവാ ബൈബിളിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്, പഠിക്കുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം ദമ്പതികൾക്ക് നൽകുന്ന ആനുകൂല്യം അഥവാ അനുവാദം രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുവാനും ലൈംഗികമായി സ്നേഹിക്കുവാനും സംയോഗം ചെയ്യുവാനും അതുവഴിയായി ഭാര്യാഭർത്തൃ സ്നേഹത്തിൽ വളരാനും മക്കളെ ജനിപ്പിക്കുവാനുമുള്ള അനുവാദമാണ് അഥവാ അധികാരമാണ് ദൈവം ദമ്പതികൾക്ക് നൽകുന്നത്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത് അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള എല്ലാറ്റിനെയും വീക്ഷിക്കാനായി കൽപ്പിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിലക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വയംഭോഗം ചെയ്യുക, സ്വവർഗഭോഗം ചെയ്യുക, ഹോമോസെക്ഷുവാലിറ്റിക്കും ലെസ്ബിയനിസത്തിനും രണ്ടിനും മലയാളത്തിൽ സ്വവർഗഭോഗം ചെയ്യുക എന്നാണ് പറയുന്നത്. അത് വേർതിരിച്ച് ഇംഗ്ലീഷിൽ കുറെ കൂടെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ അഗമ്യ ഗമനം, രക്തബന്ധമോ ചാർച്ചാബന്ധമോ ഉള്ള ആളുകളുമായിട്ടുള്ള ലൈംഗികമായ വേഴ്ചയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പനും മകളുമായിട്ടോ, അമ്മായിയപ്പനും മരുമകളുമായിട്ടോ, അമ്മയും മകനുമായിട്ടോ, അമ്മായിയമ്മയും മരുമകനുമായിട്ടോ, സഹോദരനും സഹോദരിയുമായിട്ടോ, ജ്യേഷ്ഠനും അനുജത്തിയുമായിട്ടോ, അനുജനും ജ്യേഷ്ഠത്തിയായിട്ടോ ഒക്കെ ഉള്ള ലൈംഗിക വേഴ്ചകളെയാണ് അഗമ്യ ഗമനം, ഗമിക്കാൻ പാടില്ലാത്തടത്ത് ഗമിക്കുക എന്നാണ് പദത്തിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ കൃത്യതയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ടുള്ള ലൈംഗിക വീഴ്ചയും പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ തന്നെയാണ്. മൃഗങ്ങളായതുകൊണ്ട് അവയുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ പാപമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പാപം തന്നെയാകുന്നുണ്ട്. അത് ഗൗരവമേറിയ പ്രകൃതി വിരുദ്ധ ബന്ധം തന്നെയാണ് ആകുന്നത്. പൂച്ച, പട്ടി, കുതിര, അതുപോലെയുള്ള മറ്റ് മൃഗങ്ങൾ, ഈ മൃഗങ്ങളുമായിട്ടുള്ള പലവിധത്തിലുള്ള ലൈംഗിക വീഴ്ചകളുണ്ട്. അതെല്ലാം പൂർണ്ണമായി വിലക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ആധുനിക യുഗത്തിലേക്ക് വരുമ്പോൾ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപക്ഷെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യന്ത്രവൽകൃതമായിട്ടുള്ള
ആ, ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികമായി സന്തോഷിക്കുന്ന ആധുനിക ഉപകരണങ്ങളുടെ കാഴ്ചപ്പാടുകൾ അതെല്ലാം വിലക്കുന്നു. അതെല്ലാം പ്രകൃതിയുടെ ബന്ധമല്ല. ഇപ്പോൾ ഏറ്റവും പുതിയതായി റോബോട്ടുകളെ പോലും ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നു. പുരുഷന്മാരെ വേണ്ട, റോബോട്ട് മതി, അല്ലെങ്കിൽ റോബോട്ടുകളെ മതി എന്ന് പറയുന്ന ഒരു ആധുനിക ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അധികം രീതിയിൽ യന്ത്രവൽകൃതമായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങൾ കൊണ്ട്, ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് ലൈംഗികമായി സന്തോഷിക്കാൻ അതെല്ലാം വിലക്കുന്നത്. എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലൈംഗിക മേഖലയിലുള്ള തെറ്റുകൾ തന്നെയാണ്. അത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആകാത്ത കാഴ്ചകൾ കാണുന്നു, അല്ലെങ്കിൽ അത് ലഭ്യമാക്കുന്നു. അതുവഴിയായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളുമായിട്ട് പരസ്പരം കണ്ടുകൊണ്ട്, ന്യൂഡ് പിക്ചേഴ്സ് അതുപോലുള്ള കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പരസ്പരം ന്യൂഡായിട്ട് അവതരിച്ചുകൊണ്ട് ലൈംഗിക പാപങ്ങളിൽ ഏർപ്പെടുന്ന പ്രതിഭാസങ്ങളുണ്ട്. അതെല്ലാം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിനെ ഗൗരവമായിട്ടും കാണേണ്ടതുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളെയും നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഓറൽ സെക്സ്, ഏനൽ സെക്സ് എന്നൊക്കെ പറയുന്നത് ഭാര്യാഭർത്താക്കന്മാർക്കും ആകാവുന്ന തെറ്റുകളാണ്. അത് ഒരു കാരണവശാലും അനുവദനീയമല്ല. ഭാര്യാഭർത്താക്കന്മാരുടെ എന്തും ചെയ്യാമെന്നുള്ള ഒരു മനോഭാവം എടുക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് ഏതോടെ പുസ്തകത്തിലും വ്യക്തമായിട്ട് പറയുന്നത്. പ്രകൃതി വിരുദ്ധമായ മോഹഭാവം ആഗ്രഹിക്കുക, ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അയവിറക്കുക, അതെല്ലാം ഈ മേഖലയിലുള്ള മാനസികമായിട്ടോ അല്ലെങ്കിൽ ശരിക്കും ശാരീരികമായിട്ടോ ഉള്ള പാപങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും നമ്മൾ പരിശുദ്ധി എന്ന പുണ്യം പാലിക്കേണ്ടതായിട്ടുണ്ട്. ബ്രഹ്മചര്യം, കന്യകാത്വം, പരിശുദ്ധി, ശുദ്ധത എന്ന പുണ്യം, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടത് തന്നെയാണ്. ലൈംഗിക മേഖലയിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ അല്ലെങ്കിൽ ലൈംഗികമായ വൈകൃതങ്ങൾ, സെക്ഷൽ അബറേഷൻസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്, വൈകൃതങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള കൃപാവരമാണ് കർത്താവ് തൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധിയുടെ പുണ്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള മേഖലകളിലുള്ള സംരക്ഷണവും അത് പോസിറ്റീവായിട്ട് പാലിക്കാനുള്ള കൃപയുമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും നമ്മൾ മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമുക്ക് വളരെ ഉദാരമായ ദൈവം, പിതാവായ ദൈവം അവരിലൂടെ വളരെ സൗജന്യമായി അതുപോലെ തന്നെ സമൃദ്ധമായി കൃപാവരങ്ങൾ നമുക്ക് നൽകും. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പരിശുദ്ധി എന്ന പുണ്യം പാലിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആത്മീയവും മാനസികവും ശാരീരികമായ പരിശുദ്ധി തന്നെയാണ്. ബ്രഹ്മചര്യവും കന്യകാത്വവും ശുദ്ധതയും എല്ലാം കൂടെ കൂടിയ ഒരു പരിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ആ രീതിയിൽ ദൈവത്തോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം എന്നുള്ള കാര്യം ഞാൻ ഈ വേദഭാഗങ്ങൾ പശ്ചാത്തലത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. തെറ്റായ വഴിയിലൂടെ പോയാൽ അത് നാശം തന്നെയാണ്, അത് തിന്മ തന്നെയാണ്, അതിൻ്റെ അന്ത്യം നിത്യനാശം തന്നെ ആയിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ശരീരത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.